ഗാജി. ഗുഡ് മോർണിംഗ്. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഗാസി ബേബിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഗാസി ബേബിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലൂബെറി യോഗേർട്ടാണ് കേട്ടോ. യോഗേർട്ട് എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും. ഫ്രൂട്ട്സൊക്കെ ചിലപ്പോൾ മാറും. യോഗേർട്ട് ഭയങ്കര ഇഷ്ടമാണ് ഗാസിക്ക്. ഇപ്പോൾ ഗാസി ബേബി എല്ലാത്തിലും കൈയിട്ട് വരും കേട്ടോ. പെട്ടെന്നാണ് എല്ലാം വാരി പിടിക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പം. പിന്നെ നമ്മളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓനക്കും ചെയ്യണം. ഇപ്പോൾ ഈ ചെയറിലിരിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നിർബന്ധിച്ചിരുത്തിപ്പിക്കണം. എന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചെടുത്ത് കഴിക്കും, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. എണീറ്റ് നിൽക്കാൻ നോക്കും. അപ്പോൾ വീഴുമല്ലോ, അപ്പോൾ നമുക്ക് പേടിയാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സ്വഭാവം. പിന്നെന്താ, കുറച്ച് വാശിയൊക്കെ കൂടി. അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. അപ്പം ഞാനും എൻ്റെ കൂടെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചായ കുടിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെടികൾ, പ്ലാന്റ്സ് കുറേയൊന്നുമില്ല, ആകെ 2-3 ഉള്ളൂ. പിന്നെ മുമ്പുള്ള കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മത്തനൊക്കെ ഇങ്ങനെ വിത്തിട്ടീനു. അതൊക്കെ മുളച്ച് വന്ന് ഞാൻ വിചാരിച്ചു മത്തൻ്റെ ഇല ഉണ്ടായ ഗാസിക്ക് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കേട്ടോ. പിന്നെ ഗാസി ബേബി കളി തുടങ്ങി. ഗാസി ബേബിൻ്റെ പുതിയ ഒരു പരിപാടി എന്താ വെച്ചാൽ, പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഗാസി ബേബിക്ക്. എങ്ങനെയും പുറത്തെത്തണം. അതിന് വേണ്ടി ഈ ഗ്രില്ലിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കാലിട്ട് ഇറങ്ങാൻ പറ്റുമോ, ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യലാണ് ഇപ്പോഴത്തെ പരിപാടി. ഇന്ന് ഗാസി ബേബിക്ക് ലഞ്ചിന് ചെറുപയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ അവന് കുറച്ച് കൊടുത്തു നോക്കിയപ്പോൾ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ചെറുപയർ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ശരിക്കും ഒരു കപ്പ് ചെറുപയർ എന്ന് പറയുന്നത് നമ്മൾ എഗ്ഗിനേക്കാൾ കൂടുതൽ പ്രോട്ടീനുള്ള സംഭവമാണ് കേട്ടോ. അതേപോലെ കുറേ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഈ ചെറുപയറും. അപ്പം ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലഞ്ചിന്. ഇതെടുത്തപ്പോൾ തന്നെ അവൻ അതിൽ കൈയിട്ട് കളിക്കുകയാണ്. ഗാസി ബേബിക്ക് പിന്നെ എന്ത് കിട്ടിയാലും വായിൽ കൊണ്ടുവന്ന സ്വഭാവമുണ്ട്. ഉമ്മച്ചി എപ്പോഴും പറയും, നീ ചെറുപ്പത്തിൽ ഫുള്ള് ഇങ്ങനെ തന്നെയായിരുന്നു, എന്ത് കിട്ടിയാലും എടുത്ത് വായിലിടായിരുന്നു, എല്ലാം പെറുക്കി തിന്നേനു എന്നൊക്കെ കേട്ടോ. അതുപോലെ ഞാൻ തോന്നുന്നുണ്ടോനു. അങ്ങനെ ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ അവന് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടാക്കാം കേട്ടോ. പുഴുങ്ങാണ് ചെയ്യുന്നത്, സ്റ്റീം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ ഗാസി ബേബി വലിയ ആൾക്കാരെ പോലെ ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് ഓരോ ബുക്ക് എടുത്തിട്ട് വരും നമ്മളോട് കഥ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്വീറ്റ് പൊട്ടാറ്റോ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം ഗാസി ബേബിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. സ്വീറ്റ് പൊട്ടാറ്റോ ആക്ച്വലി കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. കുറേ വൈറ്റമിൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, ഒരു അടിപൊളി സാധനമാണ്. അതേപോലെ തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഐസൈറ്റിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം 6 മന്ത്സ് മുതൽ നമുക്കിത് കൊച്ചുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റും. ഇങ്ങനെ മാഷ് ചെയ്ത് പ്യൂരി പോലെ ആക്കിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുളിച്ച് ഗാസി ബേബി ഉറങ്ങിട്ടോ. ഗാസി ബേബി ഉറങ്ങിയ സമയത്ത് ഞാൻ അവനക്ക് റൈസും നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പയറും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊന്ന് വെച്ചപ്പോൾ തന്നെ ഓൻ എണീറ്റ് പിന്നെയും ബുക്ക് വായനയൊക്കെ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഈ ബുക്കിലാണ് ഓൻ്റെ ശ്രദ്ധ. ഫുള്ള് ഇതാണ് ഓൻ്റെ പരിപാടി ഇപ്പോഴത്തെ. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ചോറുണ്ടാക്കാൻ വെച്ച ചോറൊക്കെ കഞ്ഞിയായിപ്പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് കഞ്ഞും പയറും വെക്കാമെന്ന്. ഗാസിയാണ് ഇതുവരെ കഞ്ഞി കുടിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് വീഡിയോ എടുക്കുന്ന കറക്റ്റ് ദിവസം തന്നെ ചോറ് കഞ്ഞിയായി കേട്ടോ. അങ്ങനെ ആ ഗാസി ബേബിക്ക് ഇന്ന് കഞ്ഞിയും പയറും തൈരും കൂടിയാണ് കേട്ടോ കൊടുത്തത്. ഞാൻ കഞ്ഞിയും പയറും അച്ചാറും കഴിച്ച്. അപ്പം ഇന്നത്തെ ഞങ്ങളെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. ഇതന്നെ ആകുമ്പോഴത്തേനും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാസി ബേബി കുറച്ച് നേരം കളിച്ചു കേട്ടോ. ഗാസി ബേബിക്ക് ഇഷ്ടം ഈ വണ്ടികളൊക്കെ ഉള്ള പേജാട്ടോ. ആ പേജ് മറിക്കുമ്പോൾ അവന് ബുക്ക് തന്നെ മറിച്ച് വെക്കും. അങ്ങനെയൊക്കെയാണ്.
അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുറേ നേരമായില്ലേ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്, പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെ വീടിനടുത്ത് തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ പോണ സമയത്തൊക്കെ ലിഫ്റ്റിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ അവനക്ക് തന്നെ പ്രസ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ കളിയാണ് കേട്ടോ ഇപ്പം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഈ പോണ സമയത്ത് ഇങ്ങനെ ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ എടുത്ത് കിട്ടോ. ഇപ്പോൾ പച്ച കളറാണ് ഇവിടെ അടിക്കുന്നത്. ഈ കളറൊക്കെ ഇവിടെ തന്നെ നമുക്കൊരു നോട്ടീസ് തരും, നമുക്കിഷ്ടമുള്ള കളർ സജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നോക്കിയിട്ടാണ് പെയിൻറ്റൊക്കെ അടിക്കുക. അപ്പം പാർക്കിൽ വന്നിട്ട് ഇതായിരുന്നു കേട്ടോ ഗാസി വന്ന പാർക്ക്. പാർക്കിലൊക്കെ വന്നിട്ട് ഗാസി ബേബി കുറച്ച് നേരം കളിച്ചിട്ടോ. മുമ്പൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ ഈ പ്ലേ ഏരിയയിൽ ഇങ്ങനെ ഇത്ര കൊച്ചു കുട്ടിക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇപ്പം അടുത്താണ് കേട്ടോ ഞാനിത് കണ്ട്. അങ്ങനെ കുറച്ച് നേരം കളിച്ച് ഗാസി ബേബി ആക്ച്വലി ഓടി കളിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോഴത്തേനൊരു സൺസെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്നതിൻ്റെ ദേഷ്യ പ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാസിക്ക് ഇനി നാളെ പോകട്ടോ, ടുമോറോ. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയ സ്വീറ്റ് പൊട്ടാറ്റോ കുറേ ബാക്കിയുണ്ടായിരുന്നു, കളയണ്ടല്ലോ വിചാരിച്ച് ഞാനത് അവനക്ക് കൊടുത്തു കേട്ടോ. അവൻ കുറച്ചൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഗാസി ബേബിൻ്റെ പ്ലേ പെൻ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന കാര്യം കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ പുറത്ത് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീടിനടുത്ത് തന്നെയുള്ള ഒരു കടയിലാണ് പോകുന്നത്. ഒരു ലോക്കൽ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഇവിടുത്തെ പൈസ ഉണ്ടോ $7-8 കേട്ടോ ഇവിടെ എല്ലാ ഫുഡിനും. ഇത് ആക്ച്വലി കുറച്ച് ചീപ്പായിട്ടുള്ള കടയാണ്. പാസ്തയാണ് കേട്ടോ നമ്മളെല്ലാവരും കഴിച്ചത്. ഈ ഒരു പൈസയ്ക്ക് ഇത് നല്ല കടയാണ്, ലാഭമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് നാളെ രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശമാവ് മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.